ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിളിച്ച വിസിമാരുടെ യോഗം അല്പസമയത്തിനകം രാജ്ഭവനിൽ ആരംഭിക്കും. ഇത് 3-ാം തവണയാണ് ഗവർണർ വിസിമാരുടെ യോഗം വിളിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ സെക്രട്ടറിക്കോ യോഗത്തിൽ ക്ഷണമില്ല. നിയമനങ്ങളിൽ UGC മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വിസിമാരോട് ഗവർണർ നിർദ്ദേശം നൽകും. വിവരങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും സെക്രട്ടറിയെയും ഒക്കെ ഒഴിവാക്കിയുള്ള യോഗം, വിശദാംശങ്ങൾ. രാഖി, നിർണായകമായിട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുകയാണ്. VC മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യോഗമാണ് ഇപ്പോൾ രാജ്ഭവനിൽ ഗവർണർ വിളിപ്പിച്ചിട്ടുള്ളത്. ഇത് 3-ാം തവണയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിലെയും VC മാരെ നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിപ്പിക്കുന്നത് എന്നുള്ളതാണ്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവരെ ഒഴിവാക്കി, അതായത് സർക്കാർ പ്രതിനിധികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സർവകലാശാല VC മാർക്ക് എന്ത് പറയാനുണ്ട് അത് കേൾക്കാനാണ് ഇപ്പോൾ ഗവർണർ അവരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. യോഗം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും വിവിധ വിഷയങ്ങളിൽ VC മാരുമായി ഗവർണർ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്നുള്ളത് നിയമനങ്ങളിൽ UGC മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് VC മാരോട് ഗവർണർ ആവശ്യപ്പെടും. പല ഘട്ടങ്ങളിലും ഈ അനധികൃത നിയമനങ്ങളടക്കം പല സർവകലാശാലകളിലും നടക്കുന്നുണ്ട്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയും ഇഷ്ടക്കാർക്കായി ചട്ടം ലംഘിച്ചുള്ള നിയമനങ്ങൾ നടക്കുന്നതും വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ ഗവർണർ ശ്രമം നടത്തുന്നത്. കൂടാതെ തന്നെ വിദ്യാർത്ഥി പ്രവേശനം, പരീക്ഷ നടത്തിപ്പ്, ഒപ്പം തന്നെ ഫലപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ പല സർവകലാശാലകളിലും ആശങ്ക നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫലപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വൈകുന്ന പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് മുൻപാകെ എത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അക്കാഡമിക് കലണ്ടറിലെയും 4 വർഷ ബിരുദ കോഴ്സുകളിലെയും പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം ഉറപ്പാക്കാൻ UGC മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ ഏതൊക്കെ തരത്തിൽ നടപ്പിലാക്കണം, അത് ഏതൊക്കെ രീതിയിലായിരിക്കണം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന കാര്യത്തിലും VC മാരുടെ നിർദ്ദേശങ്ങൾ ഗവർണർ തേടുന്നുണ്ട്. കൂടാതെ തന്നെ അക്കാഡമിക് സമൂഹങ്ങളും വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നങ്ങൾ അതുകൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ 3-ാം തവണയാണ് ഗവർണർ ചുമതലയേറ്റതിനു ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജ്ഭവനിലേക്ക് VC മാരെ ക്ഷണിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ VC മാരെ മാത്രമായി സർവകലാശാല VC മാരെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചപ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടവെച്ചിരുന്നു. സർക്കാർ പ്രതിനിധിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ സെക്രട്ടറിയോ അന്നും ഇത്തരത്തിൽ ഗവർണർ വിളിച്ചിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടവെച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വീണ്ടും ചർച്ച നടക്കുന്നത്. എന്തായാലും സർവകലാശാലകളുടെ ഉന്നമനത്തിനും ഒപ്പം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി സർവകലാശാലകളെ വളർത്തിക്കൊണ്ടുവരാനും ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും ഏറ്റവും പ്രധാനപ്പെട്ട പഠന കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹം മുൻപ് ഗവർണറായിരുന്ന സംസ്ഥാനത്തും സർവകലാശാലകളിൽ കാര്യമായ ഇടപെടലുകൾ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നടത്തിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിലും കേരളത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പോരെ പല ഘട്ടങ്ങളിലും പിടിമുറുക്കുന്നത് ഈ സർവകലാശാല വിഷയങ്ങളിലാണ്. സർവകലാശാല ഭേദഗതി ബില്ലടക്കം ഇപ്പോഴും അംഗീകാരം നൽകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭവനിലടക്കം ആ സർവകലാശാല ഭേദഗതി ബില്ല് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിരവധി കേസുകൾക്ക് സർവകലാശാലയ്ക്കെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന ഗവർണറിനെതിരെയും അടക്കം വിവിധ സർവകലാശാല VC മാരെ കൊണ്ടും ഒപ്പം തന്നെ സർക്കാർ തലത്തിൽ നിന്നും കേസുകൾ ഫയൽ ചെയ്ത് ഇതടക്കമുള്ള വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും നിർണായകമായ VC മാരുടെ യോഗം രാജ്ഭവനിൽ പുരോഗമിക്കുകയാണ്. യോഗശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും സർവകലാശാലകൾ ഒരു ശുദ്ധി കലശം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4-ാം ഘട്ട ചർച്ച ഗവർണർ വിളിപ്പിച്ചിട്ടുള്ളതും. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ എല്ലാ VC മാരും പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സർവകലാശാല, APJ അബ്ദുൽ കലാം സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളിൽ നിന്ന് കേരള സർവകലാശാല അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളുടെയും പ്രതിനിധികൾ VC മാർ അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഖി. ശാലിനി, ഗവർണർ വിളിച്ച VC മാരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. രാജ്ഭവനിലാണ് യോഗം നടക്കുന്നത്. ഇത് 3-ാം തവണയാണ് ഗവർണർ VC മാരുടെ യോഗം വിളിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ സെക്രട്ടറിക്കോ യോഗത്തിൽ ക്ഷണമില്ല എന്നതാണ് ഏറ്റവും നിർണായകം. വിശദാംശങ്ങൾ നൽകിയത് ശാലിനിയാണ്.